അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ വിശ്വാസികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവം പവന്മാർട്ടായിരിക്കണം. ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന്, അമാനത്ത് നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അമാനത്ത് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ നിരവധി തവണ ആവർത്തിച്ച വിഷയമാണ് അമാനത്ത് പാലിക്കുക എന്നുള്ളത്. നമ്മുടെ സംസാരം അമാനത്താണ്. അതേപോലെ തന്നെ അമാനത്തുകൾ നമ്മെ ഏൽപ്പിച്ചവരുണ്ടാകും. സ്വകാര്യ സംഭാഷണം, സമ്പത്ത് പോലെയുള്ള കാര്യങ്ങൾ. ഒരാൾ വളരെ വിശ്വസ്തയോടുകൂടി നമ്മെ ഏൽപ്പിച്ച സംസാരമോ സ്വകാര്യമോ സമ്പത്തോ ഒക്കെ നാം അതിൻ്റേതായ പവിത്രതയോടുകൂടി കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സത്യസന്ധത എന്നുള്ളതും വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട മറ്റൊരു വിഷയമാണ്. അതോടൊപ്പം തന്നെ വിശ്വസ്തത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇരുണ്ട കാലഘട്ടത്തിൽ, എല്ലാവിധ പോക്കിരിത്തരങ്ങളുടെയും കാലഘട്ടത്തിൽ പോലും അൽ അമീൻ എന്ന് അവർ പേര് വിളിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തത കൊണ്ടാണ്. ആ റസൂലുള്ളയെ ഇത്തിബാ ചെയ്യുന്നവരാണ് നമ്മൾ എന്നിരിക്കെ നമ്മിലും എന്തുണ്ടാവണം? അത്തരം വിശ്വസ്തതയും സത്യസന്ധതയും വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാം ആരെയും ചതിക്കാൻ പാടില്ല. സാമ്പത്തികമായി വഞ്ചിക്കാൻ പാടില്ല, മാനസികമായും വഞ്ചിക്കാൻ പാടില്ല. എന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണം എന്നുള്ളത് കൃത്യമായും ഹലാലാണ് എന്നും ഹറാമൊന്നും കലർന്നിട്ടില്ല എന്നും നാം മനസ്സിലാക്കി ബോധ്യത്തോടു കൂടി വേണം നമ്മുടെ വയറിലേക്ക് പോകുന്ന ഭക്ഷണവും വെള്ളവും കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ ഹറാമായതൊന്നും ഞാൻ ഭക്ഷിക്കുന്നില്ല, ഹറാമായതൊന്നും ഞാൻ കുടിക്കുന്നില്ല എന്ന ഒരു പ്രഖ്യാപനവും കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനെ നല്ല ഒരു സ്വഭാവമായി മുന്നേറാൻ ശ്രദ്ധിക്കുക. നാഥൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.